നമസ്കാരം. നിലമ്പൂർ MLA PV അൻവറിൻ്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം തുടരുകയാണ്. ഉദ്ഘാടന പ്രസംഗം അങ്ങനെ ഒരു പതിവ് പരിപാടികളൊന്നും തന്നെ അതിൽ ഇല്ല. CPM നേതാവായിരുന്ന EA സുഗു സ്വാഗതം പറഞ്ഞു. അതിനുശേഷം PV അൻവർ പ്രസംഗം ആരംഭിച്ചു. ഓം ശാന്തി, അസ്സലാമു അലൈക്കും തുടങ്ങിയ മന്ത്രോച്ചാരണങ്ങളുമായിട്ടാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. ലോകം മുഴുവൻ എല്ലാവർക്കും ശാന്തി ഉണ്ടാകട്ടെ, താൻ 5 നേരം നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞതാണ് പ്രശ്നം തുടങ്ങിയ കാര്യങ്ങൾ. ആദ്യം തന്നെ വർഗീയമായ പരാമർശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അൻവർ പ്രസംഗം തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹം കുടുംബ പശ്ചാത്തലത്തിലേക്ക് കടന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുറിച്ചുള്ള പ്രസംഗങ്ങളും അതിൻ്റെ ബാക്കി കാര്യങ്ങളുമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ മറുനാടൻ മലയാളിയെയും അദ്ദേഹം വിമർശിച്ചു. മറുനാടൻ മലയാളി വർഗീയ വിഷം തുപ്പുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ എഡിറ്ററുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിൽ അദ്ദേഹം പലപ്പോഴും ഇതിനു മുൻപ് കുറ്റപ്പെടുത്തലുകളുമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് എതിരെ തന്നെ കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയ വിശദീകരണമാണ് നടത്തുന്നത്. വൻ ജനാവലിയാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. നിലമ്പൂർ ചന്തക്കുന്ന് പ്രദേശം, അവിടെ സ്ഥലപരിമിതിയുണ്ട്. എന്നാൽ പോലും ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ നിന്നുള്ള കാഴ്ചകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം കേൾക്കാനും ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്നറിയാനുമുള്ള ആ ഒരു ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ ചന്തക്കുന്ന് ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. PV അൻവർ MLA പ്രസംഗവും രാഷ്ട്രീയ വിശദീകരണവും തുടരുകയാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് പറയും. പിന്നീട് വർഗീയമായ കുറച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള ചില വിശദീകരണങ്ങളാണ് നൽകിയത്. അതിനുശേഷമാണ് ഇനിയിപ്പോൾ പ്രധാനമായും തന്നെ അദ്ദേഹം CPM-നെതിരെയാണോ, മുഖ്യമന്ത്രിക്കെതിരെയാണോ, അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാർക്കോ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾക്കോ എതിരെയാണോ എന്നുള്ള കാര്യം ഇനിയിപ്പോൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹം ഏതാണ്ട് 2 മണിക്കൂറിലധികം പ്രസംഗിക്കും എന്നാണ് പ്രാഥമികമായി കിട്ടിയ വിവരം. CPM-ൻ്റേതടക്കം CPI-യുടേതും ലീഗിൻ്റേതും കോൺഗ്രസിൻ്റേതും അടക്കം നിരവധി പേരാണ്, പ്രവർത്തകരും നേതാക്കളും അടക്കം നിരവധി പേരാണ് ചന്തക്കുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രകടനത്തോടെ 4-5 കിലോമീറ്റർ നീണ്ട പ്രകടനത്തോടെയാണ് PV അൻവറിനെ വേദിയിലേക്ക് ആനയിച്ചത്. ഇൻകുലാബ് സിന്ദാബാദ്, PV അൻവർ സിന്ദാബാദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അനുഭാവികൾ, ഈ ഒരു പരിപാടിക്ക് വന്ന ആളുകൾ അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് വേദിയിലേക്ക് കൊണ്ടുപോയത്. വേദിയിലെത്തി അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു, പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. തുടർന്നാണ് EA സുഗു സ്വാഗതം പറഞ്ഞത്. അതിനുശേഷമാണ് ഇപ്പോൾ PV അൻവർ തൻ്റെ രാഷ്ട്രീയ വിശദീകരണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ ഉണ്ടാകും എന്ന സൂചന നേരത്തെ ഉണ്ടായിരുന്നു. നാളെ കോഴിക്കോട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലും ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം ഉണ്ട് എന്നുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനായി ആയിരക്കണക്കിന് പേരാണ്, വൻ ജനാവലിയാണ് ആവേശത്തോടെ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ വിശദീകരണം തുടരുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ നൽകാം.